ഹായ് ഹലോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ കോട്ട്ലൈൻ ചെടിയിൽപ്പെട്ട ഈ ഒരു സുന്ദരി ചെടിയെക്കുറിച്ചാട്ടോ. ഈ ചെടിയുടെ പേരാണ് ചോക്ലേറ്റ് ക്യൂൺ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചോക്ലേറ്റിൻ്റെ കളറിലൊക്കെ ആയിട്ട് ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ. ലീഫിൻ്റെ ഒരു ഭംഗിയാണ് ഈ ചെടിയുടെ പ്രത്യേകത. കാരണം ഈ ചെടിയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക 2-3 കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലീഫാണല്ലോ ഇതിനുള്ളത്. അപ്പോൾ ഇളം ഇലകൾക്ക്, അതായത് നമ്മൾ വിരിഞ്ഞ് വരുന്ന ഇളം ഇലകൾക്ക് നല്ലൊരു പർപ്പിൾ കളറായിരിക്കും ഉണ്ടാവുക. വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു പർപ്പിൾ കളറാണ് ഉണ്ടാവുക. അതിനുശേഷം ഇലകൾ ഒരു ചോക്ലേറ്റ് കളറിലേക്ക് മാറും കേട്ടോ. ചോക്ലേറ്റ് കളറിലേക്ക് മാറും. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലകൾ തന്നെ വീണ്ടും എന്താവും, നമ്മുടെ ഒരു ഗ്രീൻ കളറിലേക്ക് വരും കേട്ടോ. ഗ്രീൻ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് പച്ചയൊന്നല്ല, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ കളർ, അതൊരു പച്ച കളറിലേക്കാണ് മാറുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇലകളുടെ ബോർഡറിൽ ക്രീം കളറും കൂടിയാണ് കേട്ടോ. അപ്പോൾ 4 കളർ കൂടിയിട്ടുള്ള നല്ലൊരു ലീഫാണ് കേട്ടോ ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീഫിൻ്റെ ഭംഗി കൊണ്ടാണ് ഈ ഒരു ചെടി നമ്മൾ വളർത്തുന്നത്. കോട്ട്ലൈൻ പ്ലാന്റിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്, നാടൻ വെറൈറ്റികളുണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിലതുണ്ട്. ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരുപാട് വെറൈറ്റികൾ കാണാം. നല്ല പർപ്പിൾ കളറ്, നല്ല കോഫി കളറിൽ, നല്ല നല്ല കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. അതൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടി നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത്, കാരണം ഇതിന് കുറച്ച് വെളിച്ചം വേണം കേട്ടോ. കുറച്ച് വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇലകൾക്കുള്ള ഈ ഒരു കളറിങ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഡോറിൽ നമ്മൾ ചെടി വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ നല്ല വെളിച്ചം വരുന്ന സ്ഥലത്ത്, അതായത് വിൻഡോൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വാതിൻ്റെയൊക്കെ അടുത്തായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നമ്മൾ വെളിച്ചം കിട്ടുന്ന ഏരിയയിലൊക്കെ നമ്മൾ മുൻവശത്തുനിന്ന് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ നമ്മൾ വെച്ച് കൊടുത്താലേ ഇതിന് നല്ല ലീഫിൻ്റെ ഈ കളറിങ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഒരുപാട് പരിചരണമൊന്നുമില്ല. പിന്നെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകട്ടെ. അപ്പോൾ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ ഒരു പാർഷ്യൽ ഷെയ്ഡിൽ വളർത്തുന്ന നല്ല കേട്ടോ. പാർഷ്യൽ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വെളിച്ചം കിട്ടുകയും വേണം, പക്ഷേ അധിക സൂര്യപ്രകാശം ഇതിൻ്റെ ഈ ചെടീൻ്റെ മുകളിലേക്ക് അടിക്കാത്ത രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയുള്ള ഒരു ഏരിയയിൽ, അതായത് നമ്മുടെ സൺസൈഡിൻ്റെ അടിയിൽ, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ കുറച്ച് അധികം വെയിലടിക്കാത്തൊരു സ്ഥലം ഉണ്ടാകുമല്ലോ, ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു ചട്ടിയിൽ നിന്നാണ് ഇത്രത്തോളം തൈകൾ കണ്ടില്ലേ. ഓരോ തൈകൾ എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ അടിയിൽ നിന്ന് തൈകൾ വരും, പക്ഷേ അത് തണ്ടിൽ നിന്ന് തന്നെ വരുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ അഗ്ലോണിമ പോലെ ഒന്നും തൈകൾ പൊട്ടി വരികയല്ല, തണ്ടിൽ നിന്ന് തന്നെ വരും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈസിയായിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇത് നമ്മൾ കട്ടിങ്സിലൂടെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് വെറും ഒരു പൂഴിമണ്ണിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻസ് സോയിൽ എന്തിലെങ്കിലും നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ആ ഒരു സമയത്ത് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഒന്നും ചേർക്കുന്നു വേണ്ട, വെറും മണൽ മാത്രം അല്ലെങ്കിൽ മണ്ണോ ചകിരിച്ചോറ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് നട്ടു പിടിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ഒരു എന്താ പറയുക, നല്ലൊരു വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കേണ്ടത്. കാരണം ഓവർ വാട്ടറിങ്, വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ വാട്ടറിങ് ആയിട്ടുണ്ടെങ്കിൽ ഈ ചെടി എന്ത് ചെയ്യും, അതിൻ്റെ തണ്ടും വേരൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അല്ലാതെ വലിയൊരു അസുഖം അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ചെടി കേട്ടോ. അപ്പോൾ ഒരു ഓവർ വാട്ടറിങ് പാടില്ല, മിതമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൂഴിമണ്ണിലോ അങ്ങനെയുള്ള ചെറിയ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ എന്തെങ്കിലും നട്ടു കൊടുത്തിട്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വേഗത്തിൽ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊരു വെച്ച് കൊടുത്തൊരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാകും ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, 1-2 മാസമൊക്കെ ആയിട്ടുണ്ടാകും വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇത്രത്തോളം വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പോട്ടി മിക്സിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കണം. കാരണം ഇതിൻ്റെ അടിവശത്ത് കൂടി വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേരൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെടി നമുക്ക് ഇനിയൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്താൽ തന്നെ ചെടീൻ്റെ ഒരു ഭംഗി കൂടുമല്ലേ. നമുക്കറിയാം ഏതൊരു ചെടി നമ്മൾ മണ്ണിൽ നടന്നേക്കാണ്ട് ചട്ടിയിലേക്ക് മാറുമ്പോൾ എന്താണ് ഉണ്ടാകുക, ചട്ടി അങ്ങനത്തെ ഒരു സൈസ് നമ്മൾ ചട്ടി എടുക്കണമെങ്കിൽ ബ്ലാക്കോ വൈറ്റോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പോട്ടി മിക്സ് ഇപ്പോൾ ഇതാണ് മാറ്റുന്നത് വിചാരിക്കുക. പോട്ടി മിക്സിൻ്റെ ഞാൻ പറഞ്ഞുതരാം. പോട്ടി മിക്സ് നമുക്ക് ചകിരിച്ചോറ്, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ നമുക്ക് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്തായിട്ട് വളരും. ഇപ്പോൾ ഞാൻ വിരലോണ്ട് തൊട്ട ഭാഗമാണ്
ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചോളൂ. കട്ട് ചെയ്താണെങ്കിൽ ആ മോൾ ഭാഗം നമുക്ക് എന്തായാലും പിടിക്കും. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് 2-3 തൈകൾ വരികയും ചെയ്യട്ടോ. അങ്ങനെ നമുക്ക് ഈ പ്ലാന്റിനെ ഒരുപാട് പ്ലാന്റാക്കി നമുക്ക് എളുപ്പത്തിൽ സ്പീഡിൽ നമുക്ക് പ്ലാന്റാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം വാട്ടറിങ് പറഞ്ഞ് അതിൽ തന്നെ ഇതിൻ്റെ സൺലൈറ്റ് പറഞ്ഞ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് പോട്ടി മിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഈ ഒരു ചെടി നമുക്ക് പിന്നെ എന്താ പറയുക ലാൻഡ്സ്കേപ്പായിട്ടൊക്കെ വളർത്തട്ടെ. നമുക്കിങ്ങനെ നമ്മുടെ മുറ്റത്ത് കുറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് പൊക്കം വെക്കുന്ന ചെടിയാണ്. നമുക്കറിയാം കോട്ട്ലൈൻ പ്ലാന്റുകളൊക്കെ തന്നെ കുറച്ച് നന്നായിട്ട് പൊക്കം വെക്കുന്ന ഇനത്തിലാണ്, കുറച്ച് പൊക്കം വെക്കും. അപ്പോൾ പൊക്കം വെക്കുന്ന ഇനത്തിനെ കൊണ്ട് തന്നെ നമ്മളെന്ത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ വെക്കുന്ന സ്ഥലത്ത് ഇത് മുറ്റത്ത് മണ്ണിൽ ഉണ്ടായിട്ടുള്ള മണ്ണിൽ നട്ടു കൊടുത്തിട്ടുള്ള ചെടിയാണ്. അപ്പോൾ തീരെ വെളിച്ചം കിട്ടാത്ത ഏരിയയിലാണ് കേട്ടോ ഈ ചെടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലയിൽ ഉണ്ടോ വെറും ക്രീം കളറോ ആ ഒരു ഗ്രീനും മാത്രമേ ഉള്ളൂ. അതിൽ പർപ്പിൾ കളറോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കളറോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെടിക്ക് അതായത് നമ്മുടെ ചോക്ലേറ്റ് ക്യൂന്ന് എന്ത് വേണോ കുറച്ച് സൺലൈറ്റ്, അതായത് പാർഷ്യൽ സൺലൈറ്റ്, അത് വെളിച്ചം എന്തായാലും കിട്ടുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രമേ കുറച്ച് വെളിച്ചം കിട്ടിയാൽ മാത്രമേ ഇലകൾക്ക് നമുക്ക് ഈ കളറിങ് ഒക്കെ വരും. നമുക്കറിയാം ഉജീനിയം പ്ലാന്റ്സൊക്കെ നമുക്കറിയാം നല്ല വെയിലടിച്ചാലാണ് അതിൻ്റെ ഇലകൾക്ക് ആ റെഡ് കളർ വരുന്നത് അല്ലേ, തളിരില റെഡ് ആവുന്നത്. അതുപോലെ ഈ ചെടിക്കും ചെടിയുടെ ആ ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ ഒരു പർപ്പിൾ കളറൊക്കെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സൺലൈറ്റ്, അതായത് വെളിച്ചടിക്കുന്നത് ഓവറല്ല, കുറച്ച് വെളിച്ചടിക്കുന്ന ഏരിയയിൽ വെച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ അതും കൂടി എടുത്തത്. അപ്പോൾ നമുക്ക് തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത്, അതാണ് നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് ഇത്ര ഭംഗി ഉണ്ടാവില്ല, ഇലകൾ പിന്നീട് ഉണങ്ങി പോകുന്നതും കാണാം. തീരെ വെളിച്ചം കിട്ടാതെ നമ്മളൊരു ഏരിയയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണ്ടി ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കീടശല്യങ്ങളൊന്നും ഇല്ലാത്ത നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളർത്താനും പറ്റിയ നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ചെടി കേട്ടോ. ഒരുപാട് വെറൈറ്റികൾ ഇന്ന് നമുക്കറിയാം, കോട്ട്ലൈൻ പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റികളൊക്കെ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷോ കാണാൻ പോയാലൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റികളൊക്കെ കാണാൻ പറ്റുന്നല്ലേ. നമ്മളെ കണ്ണിനിങ്ങനെ കുളിർമ തരുന്ന രീതിയിലുള്ള ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൂക്കളൊന്നും വേണ്ട, ഇതിലും ഭംഗിയായിരിക്കും. അങ്ങനത്തെ ചെടികളിട്ട് നാടനല്ല ഞാൻ പറയുന്നത്, ഹൈബ്രിഡ് ഇനത്തിലുള്ളതുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് എൻ്റെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട്, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒരു കോട്ട്ലൈൻ പ്ലാന്റാണ്, ഇത് നിങ്ങളെ കാണിച്ചത് ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു കോട്ട്ലൈൻ പ്ലാന്റാണ്. ഇതുപോലെ ഭംഗിയാർന്നിട്ടുള്ള ഒരുപാട് കോട്ട്ലൈൻ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് പൊക്കത്തിലൊന്നും പോകില്ല, നമുക്ക് ചട്ടിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി പറയാൻ കാരണം ഇതിൻ്റെ ബോർഡറിൽ നല്ലൊരു റെഡിഷ് കളറോ ഉള്ളിൽ എന്താ ഉള്ളത് നല്ലൊരു പിന്നെ ഒരു കോഫി കളറൊക്കെ ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പോട്ടി മിക്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും വീഡിയോ ഞാൻ ഇടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇന്ന വീഡിയോ വേണം. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് DAP ഇട്ടാൽ ചെടി നശിച്ചു പോകുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ചെടികൾക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ DAPൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.